അറ്റകുഞ്ഞെ ഞാൻ വിശദീകരിക്കട്ടെ. ഖിലാഫത്ത് അല്ലെങ്കിൽ ശരീഅത്ത് ഇന്ത്യയിൽ പ്രായോഗികമോ എന്ന ചോദ്യത്തിന് ഉത്തരം. ഡെമോക്രസി ഒരു മിനിറ്റ് അല്ല, അത് ഡെമോക്രസി വളരെ ആയിട്ട് ശാന്തമായി. കമ്പാരിസൺ ചെയ്ത് അല്ലല്ല ഡെമോക്രസി ആയിട്ട് കമ്പാരിസൺ ചെയ്ത് അത് എങ്ങനെയാണ് നിങ്ങളുടെ ഇതിന്റെ ഉടായ്പിന് എന്ത് വാല്യൂ ഉണ്ട് 420 പ്രസ്ഥാനത്തിന്, അതിനെ കുറിച്ച് കമ്പയർ ചെയ്ത് പറ പറ. ഞാന് ഓക്കെ. ഇസ്മായിലെ, അതായത് ഞാൻ പറയുന്നത് ഈ ഖിലാഫത്ത് ഭരണം ഇന്ത്യയിൽ പ്രായോഗികമാണോ? അതായത് ഇന്ത്യൻ നിയമം ഉണ്ടല്ലോ, ഇന്ത്യൻ നിയമം എല്ലാ മതസ്ഥരും ഒരുപോലെ സ്നേഹത്തോടു കൂടി കഴിയണം. 3 പേർക്കും, അതായത് 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക്, അല്ലെ 10 മതസ്ഥരുണ്ടെങ്കിൽ ആ 10 മതസ്ഥരും സ്നേഹത്തോടു കൂടി കഴിയാനുള്ള ഒരു നിയമമാണുള്ളത്. അങ്ങനെ ഈ നിയമം ഇരിക്കുന്ന സ്ഥാനത്ത് ഖിലാഫത്ത് അല്ലെങ്കിൽ ശരീഅത്ത് ലോ ഈ ഇന്ത്യയിൽ വന്നാൽ അത് പ്രായോഗികമാണോ? ഇസ്മായിലിന്റെ അഭിപ്രായം എന്താണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. അല്ലാതെ വേറെ കൂടുതൽ വളച്ചു കെട്ടിയും മെഴുകിയൊന്നും പറയണ്ട. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ഈ ഇന്ത്യയിൽ വന്നാൽ അത് പ്രായോഗികമായി വരുമോ? ഒന്നും കൂടെ പറയാം. ഇന്ത്യക്ക് ഒരു നിയമമുണ്ട്. ഇന്ത്യൻ നിയമം സാധാരണ എല്ലാവർക്കും അറിയാം. ഏത് മതസ്ഥർക്കും അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാവുന്ന ഒരു നിയമമാണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെയുള്ള ഇന്ത്യയിൽ ഒരു ഖിലാഫത്ത് ഭരണം വരാൻ അത് പ്രായോഗികമാകുമോ? അബ്ദുള്ള പറഞ്ഞു, അതായത് മഹാനായ ഖലീഫ കുഞ്ഞാലിക്കുട്ടി. അപ്പം ഒരു ഖിലാഫത്ത് ഭരണത്തിൽ മാത്രമേ ഉള്ളൂ ഖലീഫ കുഞ്ഞാലിക്കുട്ടി, അല്ലെ ഖലീഫ എന്ന് പറയത്തുള്ളൂ. അപ്പം ഖലീഫ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞു. അപ്പോഴത്തെ ബാലുശ്ശേരി പറഞ്ഞ എന്താന്ന് വെച്ചാൽ 10 വർഷത്തിനുള്ളിൽ നിങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയി നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കും, ഖിലാഫത്ത് ഭരണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്താണ്? ഈ ഖിലാഫത്ത് ഭരണം വരുന്നതിൽ അത് പ്രായോഗികമാണോ? മറ്റു മതസ്ഥർക്ക് ഇന്ത്യൻ ഭരണം അനുസരിച്ച് ജീവിക്കാൻ കഴിയുമോ? ഇന്നത്തെ രീതിയിൽ ജീവിക്കാൻ കഴിയുമോ? പറഞ്ഞു തുടങ്ങിക്കോളൂ. ഓക്കെ. ഓക്കെ. അറ്റകുഞ്ഞും മറ്റുള്ളവര് ഇതുവരെ സംസാരം പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ സംസാരിച്ച ടൈറ്റിലുമായി ബന്ധപ്പെട്ട ഖിലാഫത്ത് അല്ലെങ്കിൽ ശരീഅത്ത് ഇന്ത്യ പ്രായോഗികമാണോ? പ്രായോഗികമാണ്. അതിനുള്ള ഉത്തരം ഇതാണ്. രണ്ടാമത്തെ മറുപടി, ഖിലാഫത്ത് എന്നാൽ എന്താണ്? അത് ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രായോഗികമാവുന്നത്? ഖിലാഫത്ത് എന്നാൽ നമ്മുടെ ഇപ്പൊ ക്രിസ്ത്യ സഹോദരന്മാർ സഭ എന്ന് പറയുമ്പോൾ തന്നെയാണ് ഖിലാഫത്ത് ഉള്ളത്. അതായത് അവരുടെ യേശു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് ശേഷം ആ സമൂഹം വേണ്ട ഈ പൊട്ടത്തരം വേണ്ട. അതിന്റെ തെളിവ് ഇസ്ലാമിക പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. അല്ലല്ല, ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറ. നിങ്ങൾ അവിടെ നിന്ന് തുടങ്ങും. ഒരു സെക്കൻഡ്. അതായത് ഇസ്മായിലെ, ഇതിൽ നിങ്ങൾ ഈ എന്താണ് ടൈറ്റിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ എന്ത് പറയുന്നത്? നിങ്ങൾ ഈ ഖിലാഫത്ത് ഭരണം സാധ്യമാണെന്ന് പറഞ്ഞത്. എന്താണ് ഖിലാഫത്ത് ഭരണത്തിന്റെ നിയമങ്ങൾ? ഒന്ന് കേൾക്കട്ടെ. ഖിലാഫത്ത് എന്നാൽ എന്താണ്? ഖിലാഫത്ത് എന്നാൽ മുഹമ്മദ് നബിയുടെ കാലശേഷം മുസ്ലിങ്ങൾ സാമൂഹിക നയിക്കുന്നതിനെയാണ് ഖിലാഫത്ത് എന്ന് പറയപ്പെടുന്നത്. നിയമം, അതിന്റെ നിയമം എന്താണ്? അതിന്റെ നിയമം ശരീഅത്താണ്. നിയമങ്ങൾ പറ. ശരിയത്ത് പറ. ഓരോ ലോ പറയാം. സിവിൽ ലോയും ക്രിമിനൽ ലോയും ആയിട്ടുള്ള ലോ പറ. അച്ചക്കുഞ്ഞ് ചോദിക്കാം. അച്ചക്കുഞ്ഞിന് അല്പം കൂടെ ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്. അച്ചക്കുഞ്ഞ് ചോദിക്കട്ടെ? അച്ചക്കുഞ്ഞല്ല ചോദിക്കുന്നത്, ഞാനാ ചോദിക്കുന്നത്. അച്ചക്കുഞ്ഞ് ഇനിയും മിണ്ടത്തില്ല ഇവിടെ. ഞാനാ ചോദിക്കാൻ പോകുന്നത്. അച്ചക്കുഞ്ഞിന് എന്താ ശരിയല്ലോ? അച്ചക്കുഞ്ഞിന്റെ അനുവാദമില്ലെന്നോ? ഈ കാര്യത്തിൽ ഞാനാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഇസ്മായിലെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അധ്യാപകരാണ് യഥാർത്ഥത്തിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് ജുബൈർ ബദർ പറഞ്ഞതുപോലെ എനിക്ക് ഖിലാഫത്തിനെ കുറിച്ചുള്ള ശരിയായ അറിവില്ല. അവർക്കൊക്കെ അറിവുണ്ട്. അതുകൊണ്ട് അവരിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് അവരാരും ഇല്ലാത്ത സമയത്ത് നമുക്ക് രണ്ടുപേരും കൂടെ സംസാരിക്കാം. നിങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ജുബൈർ ബദറെ ചോദിച്ചോളൂ. സിവിൽ നിയമവും അനുസരിച്ച് ക്രിമിനൽ നിയമവും എന്തുവാണ് എന്നുള്ളത് പോയിന്റ് ബൈ പോയിന്റ് ശരിയ ലോ അനുസരിച്ച് പറ.
അതേപോലെ അത് നമ്മളെ ഇന്ത്യൻ CRPC ലോയും IPC ആയിട്ട് കമ്പയർ ചെയ്ത് പറയണം. അതിനെക്കാട്ടിലും ബെറ്റർ ആണ് നിങ്ങളുടെ ഈ ശരിയ എന്നുള്ള ഇത് അത് തെളിയിക്കണം. അല്ല വയള വേണ്ട, വയളയാണ് ഞാൻ അടിച്ചാൽ തൂക്കി അടിച്ചാൽ വെളിയിൽപ്പെടാം പറഞ്ഞേക്കാം. പോടവനെ നീ പേടിപ്പിക്കാണ്ട്. ആ ബ്രദറെ, തുടങ്ങിയല്ലോ. ഖിലാഫത്തിൽ ജസിയ എന്നൊരു ഭംഗിയായിട്ട് നികുതി ഇവിടെ ഉണ്ടോ? സംസാരിച്ചാൽ മതി. ജസിയ എന്നൊരു നികുതി ഉണ്ടോ ഖിലാഫത്ത് ഭരണം നടക്കുന്ന സ്ഥലത്ത്? അത് താങ്കൾ നിങ്ങൾ അർത്ഥമെങ്ങനെ ആരല്ല അനുവാദം ചോദ്യം ചോദിച്ചു? അങ്ങനെ ജിസിയുടെ കാര്യം ചോദിക്കുന്ന ജിസിയ അല്ലല്ലോ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അത് സിവിൽ നിയമം ക്രിമിനൽ നിയമത്തിനെ കുറിച്ച് പറയാനാ പറഞ്ഞത്. ബസ് അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചോദ്യം വേണ്ട. ദിമ്മിയൊക്കെ പിന്നത്തെ കാര്യം. താങ്കളെക്കാളും തീർന്ന അജീഷ് ഇവിടെ ഉണ്ട്. അജീഷ് ചോദിക്കട്ടെ, ഞാനും അജീഷോട് സംസാരിക്കാം. അജീഷ താങ്കൾക്കായി സ്ട്രോങ്. എനിക്ക് ചിരി വരുന്നെങ്കിൽ വേറെ ഇത് ഒരാളെ മാറ്റി മാറ്റി ഇവന്മാരെ പോലെ കള്ളന്മാര് ലോകത്തില്ല. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുക ലോകത്തിന്. അയ്യോ. അപ്പൊ ഭയങ്കര ഖിലാഫത്ത് സംഭവം. സാധ്യമെന്നാ പറഞ്ഞത്. ഖിലാഫത്തിന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. പ്രായോഗികമാണെന്ന് പറഞ്ഞത്. അച്ഛനെ ഞാൻ പറയാം. അച്ഛനെ ഞാൻ മറുപടി പറയുന്നു. ഞാൻ അല്ലല്ല ജിബോറിന് മറുപടി പറയാം. പക്ഷെ ഒരു മാന്യമായിട്ട് അല്ല സംസാരിക്കാൻ അദ്ദേഹത്തോട് പറയാം. അല്ല ഇത് കേട്ടെ, ഖിലാഫത്ത് ഭരണം വരാൻ വേണ്ടി 1921 അതായത് അറിയാമല്ലോ, അനേകം പേരുടെ ജഡങ്ങൾ കിണറ്റിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തിനു വേണ്ടിയാണ് ഈ ജനങ്ങളെ കൊന്ന് അതിൽ കൊണ്ടിട്ടത്? അപ്പൊ ഖിലാഫത്ത് ഭരണത്തിന്റെ പ്രത്യേകത എന്താണ്, നിയമങ്ങൾ എന്താണ്? അപ്പൊ ഒരു ഇസ്ലാമിക രാജ്യം, അതായത് മുഹമ്മദ് പറഞ്ഞതുപോലുള്ള ഭരണമാണോ അതോ ഒരു ജനാധിപത്യ ഭരണമാണോ? ഏതാണ് ഖിലാഫത്തിന്റെ ആ അർത്ഥവും അതിന്റെ വ്യാപ്തിയും അതിന്റെ ഉൾക്കൊള്ളുന്ന നിയമങ്ങളൊക്കെ ഒന്ന് പറയാനാണ് നേരത്തെ ഗുബേർ ബദർ പറഞ്ഞത്. അപ്പൊ ഒന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ മോളി വന്നെടുത്ത് ഖിലാഫത്ത് ഭരണം ഇങ്ങനാന്ന് പറഞ്ഞാൽ മറ്റ് താഴെ ഇരിക്കുന്നവരെന്തോ പറയും? അതുകൊണ്ട് പറഞ്ഞു തുടങ്ങും, നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കും. ഓക്കെ. ഓക്കെ. അച്ഛകുഞ്ഞ് അല്ലെങ്കിൽ ജിബോറെ, അതായത് ഇന്ത്യയിൽ ഉള്ള ഇന്ത്യൻ ഭരണഘടന പറയുന്ന സിവിൽ ആൻഡ് ക്രിമിനൽ നിയമങ്ങൾ, അത് രണ്ടും ഇസ്ലാമിക ശരീഅത്തിലുണ്ട്. അത് കൂടാണ്ട് ശരീഅത്തിൽ ആരാധന നിയമങ്ങളുണ്ട്, വിശ്വാസ നിയമങ്ങൾ, പല കാര്യങ്ങളുണ്ട്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് ശരീഅത്ത് നിയമങ്ങൾ, സിവിൽ ആൻഡ് ക്രിമിനൽ നിയമങ്ങൾ, അത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ ഒരു മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ആനുകൂല്യങ്ങൾ, ഇപ്പൊ ബഹു ഭാര്യമാരെ സ്വീകരിക്കുന്ന കാര്യം, സന്താനങ്ങൾക്ക് സ്വത്ത് പങ്കുവയ്ക്കുന്ന കാര്യം, വിവാഹ നിയമങ്ങളിൽ പ്രതിക്കൾക്ക് അല്ലെങ്കിൽ പിതാക്കന്മാരുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ ചില പ്രത്യേക ഇളവുകൾ മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇന്ത്യയിൽ സിവിൽ ആൻഡ് ക്രിമിനൽ നിയമങ്ങൾ ഏക സുപ്രീം തന്നെയാണ് ഇന്നുള്ളത്. മുസ്ലിങ്ങൾ അത് സ്വീകരിച്ചു വരുന്നുണ്ട്. അതിനപ്പുറത്ത് നിലവിൽ ശരീഅത്ത് നിയമങ്ങൾ എന്തുണ്ട്, നമ്മൾ ആരാധനാ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് സ്വതന്ത്രമായ ഞങ്ങൾക്കിവിടെ അനുവാദമുണ്ട്. ഞങ്ങൾ അത് ആ ശരീഅത്ത് നിയമം അനുസരിച്ച് ഞങ്ങൾ നമസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ആ നിയമമൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ശരീഅത്ത് നിയമം അനുസരിച്ച് തന്നെയാണ് അത്തരം കാര്യങ്ങൾ ഇവിടെ നിർവഹിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ശരീഅത്ത് ഇന്ത്യയിൽ പ്രായോഗികമാണ്. ഖിലാഫത്ത് എന്നത് കൊണ്ടുള്ളതിന്റെ വിവക്ഷ, പ്രവാചകന്റെ കാലശേഷം മുസ്ലിം സമൂഹം സംഘമായിട്ട് ഒരു ഇമാമിന്റെ കീഴിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് ഞങ്ങൾ ഖലീഫ, ഇമാമിനാണ് ഞങ്ങൾ ഖലീഫ എന്ന് പറയുന്നത്. അത് മൂപ്പൻ എന്ന് പറയും പോലെ, അല്ലെങ്കിൽ സവാബിതാക്കന്മാർ എന്ന് പറയും പോലെ. അയ്യോ മൂപ്പൻ എന്റെ പൊന്ന് സഹോദരൻ, ഞാൻ അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഖലീഫയുടെ അടിയിലിരിക്കോ ഖലീഫയുടെ നെഞ്ചത്തിരിക്കോ അതിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഈ ഷെറിയ ലോയില് സിവിൽ ലോയും ക്രിമിനൽ ലോയും, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ മേളിലാണെങ്കിൽ ഈ ഷെറിയ ലോയുടെ ഏറ്റവും നല്ലൊരു എക്സ്പേർട്ടാണ് ലോയിഡ് ഡിജോങ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഷെറിയ നിയമത്തിന്റെ ഏറ്റവും ക്രൂവൽ സൈഡിന്റെ ഒരു എപ്പിസോഡാണ്. നിങ്ങൾ മറ്റുള്ള എപ്പിസോഡ് വേണമെങ്കിൽ കിട്ടും. ഈ ഫാൻഡർ ഫിലിംസിലുള്ളതാണ്. അതിന്റെ ഞാൻ ഒരു ലിങ്ക് ഞാൻ മേളിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സൗരന്മാർ ഇത് തീർച്ചയായിട്ടും ഇത് കാണണം. ഇതിന്റെ ക്രൂവൽ സൈഡ്, ഇവര് മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും ഈ ഷറിയ ലോ അനുസരിച്ച്. ഇവര് പറയുന്നത് ചക്കരയൊന്നും അല്ല, ഇത് ചക്കരയല്ല. ഇത് എന്താ പറയുക, നമ്മുടെ കാഞ്ഞിരമില്ലേ, കാഞ്ഞിരത്തിനെക്കാട്ടിലും കയ്പും അതിനെക്കാട്ടിലും വൃത്തികെട്ട, ലോകത്തിലെ ഏറ്റവും മൃഗീയമായ നിയമങ്ങളിൽ ഒന്നാണ്. അതിന്റെ ഒരു വൃത്തികെട്ട ഒരു സൈഡാണ് നമ്മുടെ ഇവരുടെ മനുസ്മൃതി. അതിന്റെ മറ്റൊരു സൈഡാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ലോയിഡ് പറയുന്നത്, നിങ്ങൾ ആ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ അത് കാണണം. ഈ ഇരിക്കുന്ന വ്യക്തിക്ക് ഇസ്മായിലിന് ശരിയാലോടെ ഒരു എന്താ പറയാ, ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. ചുമ്മാ പണ്ഡിതൻ ചമാനി ഇങ്ങനെ പെരുമ്പോവരങ്ങാട്ട് ഞാൻ പറഞ്ഞ കൂടി പോകും. നിങ്ങളുടെ ചോദിച്ചത് സിവിൽ ലോയും ക്രിമിനൽ ലോയുമായിട്ടുള്ള കാര്യം ചോദിച്ചത് അല്ല.
ഖലീഫറ്റിരിക്കും, അവന്റെ അടിയിലിരിക്കും, അവന്റെ മുകളിലിരിക്കും. ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല. അവസാനത്തെ ഖലീഫെ അർമേനിയൻസ് കൊന്ന കഥയുടെ വേണമെങ്കിൽ പറയാം. 3 പേരെ എങ്ങനെ എവിടെയിട്ടാണ് കൊന്നതെന്നുള്ള, അത്രയും വലിയ മാസക്കർ ചെയ്ത് 1.5 മില്യൺ ആൾക്കാരെ കൊന്നതിന്റെ അതിന്റെ കഥയോട് വേണമെങ്കിൽ പറഞ്ഞു തരാം. നിന്റെ ഒരു ഖലീഫറ്റ് ഇത് ഇത് നിങ്ങൾ കാണുക. ഇത് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറ. CRPC, ഇന്ത്യൻ CRPC അപ്പൊ ഇതിൽ ഇസ്മായിലിനെ അറിയത്തില്ല. അപ്പൊ ഇസ്മായിലിനെ അറിയത്തില്ല ഗുബേർ ബദറെ. അതായത് ഖിലാഫത്ത് നിയമങ്ങളും വേറെ എന്തെങ്കിലും ടോപ്പിക് ശരീഅത്ത്. സംസാരിക്കട്ടെ. ഇച്ചുകുഞ്ചായോ, ഇച്ചുകുഞ്ച ഒരു ചോദ്യം അതെ, ചോദിച്ചോട്ടെ? ഓക്കെ, ഖില- ചോദിച്ചോളൂ. ഖിലാഫത്ത് ഭരണം അല്ലെങ്കിൽ ഖലീഫായും ഒക്കെ ഭരിക്കുന്ന സ്ഥലമല്ല ഈ സൗദി അറേബ്യ പോലുള്ള ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ കക്ഷി മരിച്ചടക്കപ്പെട്ട സ്ഥലം. ആ സ്ഥലത്തോട്ട് പോലും ഒരു 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 ദരിദ്ര രാജ്യത്ത് നിന്ന് ഒരു അഭയാർത്ഥി കയറി ചെല്ലുന്നില്ലല്ലോ. ഇത്രയും ലോകത്ത് മനോഹരനായ ഒരാൾ മനോഹരമായി സ്ഥാപിച്ച ഒരു ഖിലാഫത്ത് ശരീഅത്ത് ഭരണം നിലനിൽക്കുന്ന സുന്ദരമായ സുരഭിലമായ സമത്വ സുന്ദരമായ ഒരു രാജ്യം ഉണ്ടെങ്കിൽ എന്താണ് ഈ അഭയാർത്ഥികൾ ക്രിസ്ത്യൻ രാജ്യങ്ങളോട് മാത്രം ഈ പണ്ടാരങ്ങൾ വലിഞ്ഞു കയറി പോകുന്നത്? അവിടെ പോയി അവിടുത്തെ പെണ്ണുങ്ങൾ തിന്നുന്നതും കഷ്ടപ്പെടുന്നതും സൗണ്ട് ഉണ്ടോ ബ്രദറെ? മാറ്റം പിടിച്ച് ജീവിക്കേണ്ട ഗതിയാണ് അവന്മാർക്ക് വരുന്നത്. അപ്പൊ അതൊരു നികൃഷ്ട രാജ്യമാണെന്നും ആ രാജ്യത്തേക്ക് ആരും പോലെ നികൃഷ്ട രാജ്യം ഞാൻ ഉദ്ദേശിച്ചത് ഇവരുടെ നിയമം അനുസരിച്ച് അത് മനുഷ്യന് കൊള്ളത്തില്ല. അവർക്ക് തന്നെ അറിയാം അവിടെ പോകാൻ പറ്റത്തില്ല. വർഗീയതയും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യം. പിന്നെ അവിടെ ഇതര രാജ്യങ്ങളിൽ ചെല്ലുന്നവരവിടെ ജീവിക്കുന്നവരെ അവരവിടെ കിടന്ന് നട്ടലൊടിഞ്ഞ് പണിയെടുത്ത് അവൻ്റെ പണി കൊണ്ട് ഇവർ ജീവിക്കുന്നുകൊണ്ടാണ്. അതല്ലാതെ ഇസ്ലാമിക നിയമം പൂർണ്ണമായി കൊണ്ടുവരുന്ന ഒരു രാഷ്ട്ര ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഒരു ശരിയ നിയമമുണ്ടോ? സൗദി അറേബ്യ പോലും ഇല്ലല്ലോ. ആ നിയമങ്ങളും പ്രവാചനം ചവിട്ടി വെളിക്കളയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഇന്ത്യ പോലെ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇല്ലെങ്കിൽ പോലും വർഗീയാധിപത്യവും പിന്നെ സ്വജനപക്ഷപാതവും വൃത്തികേടും ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെങ്കിൽ പോലും ജനാധിപത്യം എന്ന വാക്കിനൊരു സൗന്ദര്യം ഉണ്ടല്ലോ. അതനുസരിച്ച് ശരിയാ നിയമം എന്ന് പറഞ്ഞ ഒരു പ്രാകൃത ബാർബേറിയൻ സംസ്കാരമാണ് ശരിയ നിയമം എന്ന് പറഞ്ഞാൽ. വ്യഭിചരിച്ച പെണ്ണിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ കൂടെ പോയവന്മാരെ കല്ലെറിയാതെ വിടുന്ന ഒരു പ്രാകൃത നിയമം. കൊച്ചു കുഞ്ഞിനെ പോലും ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്ന ഒരു പ്രാകൃത നിയമം. പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടൻ ജീവിതത്തിൽ കാണിച്ച വൃത്തികേടുകളെ മുഴുവൻ അനുസരിക്കാനും അനുഗമിക്കാനും അനുവാദം കൊടുക്കുന്ന ഒരു നിയമം. അത് ഇന്ത്യ പോലെ രാജ്യത്ത് ഒരിക്കലും ചേരിയല്ല. അതെങ്ങനെ പറ്റുന്നേ? അതൊരിക്കലും പ്രായോഗികമേ അല്ല. അത് സൗദിയെ പോലും പ്രായോഗികമല്ലെന്ന് അവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇന്ത്യ പ്രായോഗികമാകുന്നത്? ഈ സലീം ഇവിടെ വന്ന് ഇസ്മായിലൊക്കെ നാണമില്ലേ ഇതിനെക്കുറിച്ച് പറയാൻ? ഇവിടെ ശരിയാണ്, നടക്കും നടക്കും. ഇസ്മായിൽ ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ശരീഅത്ത് നിയമം ഇന്ത്യയിൽ വന്നാൽ പ്രായോഗികമെന്ന് പറഞ്ഞ ഇസ്മായിൽ ഈ പറഞ്ഞ സൗദി അറേബ്യ മുതൽ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ചുള്ള അറിവില്ല. ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് ശരീഅത്ത് നിയമമാണോ അതോ ഖിലാഫത്ത് ഭരണമാണോ? ഏതാണ്? പറയൂ ഇസ്മായില്. ഇസ്മായിൽ അച്ഛൻ ഒരു ചെറിയൊരു വാചകം പോലും സംസാരിച്ച് പൂർത്തീകരിക്കാൻ അനുവദിക്കാത്തത് എന്ത് രീതിശാസ്ത്ര? ഞാൻ പറഞ്ഞ കാര്യത്തിൽ സംസാരിച്ച ശേഷം ഇസ്മായിൽ ഇന്ന പോലെ തെറ്റുന്നത് ന്യായവും നീതിയുമാണ്. ഇത് ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിനും വലിയ അറിവ് എനിക്കുണ്ട്, എനിക്ക് അറിവില്ലാതെ വിധിക്കുകയും പിന്നീട് എന്നോട് ചോദ്യം ചെയ്യുകയും ചെയ്തതിൽ എന്തർത്ഥമുള്ള? ഓരോരുത്തർക്കും ഓരോ രീതിശാസ്ത്രം ഉണ്ടാവും മറുപടിക്ക്. പക്ഷെ ജിബോറിന്റെ അത്രയും അറിവ് എനിക്കുണ്ടാവില്ല. എന്റെ അറിവുകളിൽ എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വിഡ്ഢിയാണെന്നും അറിവില്ലെന്നും അദ്ദേഹം ചോദിക്കുന്ന ആശയത്തിൽ മാത്രം ഞാൻ മറുപടി പറയണമെന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല. എന്നെ പറയാൻ അനുവദിക്കും വിഷയത്തിൽ ടൈറ്റിൽ. അതാണ് എന്റെ നീതി. അത് ഗുബേർ ബദറെ പറയാനുള്ളത് അങ്ങ് പറയട്ടെ. ഗുബേർ ബദറെ അല്ല, എന്തിനാ അത് ഞാൻ ഈ ഇതിനെ കുറിച്ചുള്ള അതിന്റെ ഒരു ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ക്രൂവൽ ആയിട്ടുള്ള സൈഡിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് ഇസ്മായിലിന്റെ അടുത്ത് എന്താ കേൾക്കാനാ? ഇസ്മായിൽ ഇവിടെ വെളുപ്പിച്ചോണ്ടല്ലേ സംസാരിച്ചു. ഇപ്പൊ വർഗീസ് ഫാസ്റ്റർ ചോദിച്ചു നിങ്ങളുടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏത് ലോ ആണ് നടക്കുന്നത്? ഇപ്പൊ ഇതുമായിട്ട് ഇന്ത്യൻ ഇത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യൽ നിയമവുമായിട്ട് ഇതിനെ എങ്ങനെ കമ്പാരിസൺ ചെയ്യും? ഇതാണ് സിമ്പിൾ ആയിട്ട് ചോദിച്ചത്. ഇവിടെ ആർട്ടിക്കിൾ 25 26 അനുസരിച്ച് മതം എല്ലാവർക്കും പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുള്ള ഞാനൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ആർട്ടിക്കിൾ എടുക്കുകയാണ്. സിമ്പിൾ അല്ല, ഇതിനകത്തുള്ള ഒരു ആർട്ടിക്കിൾ. അത് ശരിയല്ല ചോദിച്ചാൽ അത് എല്ലാവർക്കും മതം പ്രചരിപ്പിക്കാൻ പറ്റുമോ? സിമ്പിൾ. നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പോകാം.
അതിനകത്ത് ഏത് ശരിയാ ലോഡ് ഏത് ഇതിനകത്ത് ഈ സംഭവം വരുന്നത് ഒന്ന് പറ. നമുക്ക് വേറെ ഒന്നും പോകണ്ട. ഇതൊന്നും പോയ ഇസ്മായിൽ എങ്ങും എത്തത്തില്ല. ഓക്കെ ഓക്കെ, ഗബേർ ബ്രദർ അൽഫോൺസോ ഒന്ന് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ചർച്ച തുടങ്ങാം. അൽഫോൺസോ. ഹലോ. സംസാരിച്ചോളൂ. ഹലോ. അൻസാർ എന്ന് പറയുന്ന ഒരാളെ ഡിബേറ്റ് ചെയ്യാൻ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ആള് ഹാൻഡ് റൈസ് ചെയ്തിട്ട് കേറ്റില്ല എന്ന് പറഞ്ഞു. അൻസാർ ഇവിടെ ഉണ്ടായിരുന്നു, സംസാരം തുടങ്ങി ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് അദ്ദേഹം അവിടുന്ന് സ്ഥലം കാലിലേക്ക് പോയി. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്ത് ഞാനാണ്. ഈ അൻസാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്ത് ഞാനാണ്. അൻസാറിനെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാത്തിരിക്കല്ലോ. വേഴാമ്പലിനെ പോലെ മഴ കാത്തിരിക്കുന്നവരാണ് മുസ്ലിങ്ങളോട് വന്ന് സംസാരിക്കാൻ കാത്തിരിക്കുന്നത്. വിളിക്കൂ അൽഫോൻസോ. എന്നിട്ടാണ് ജുബോർ സംസാരിക്കാൻ എപ്പോഴും തടയുന്നത്. പേടി. അറിവില്ലെന്ന് പറഞ്ഞിട്ട് ഇസ്മായിലെ അല്ല ഗബേർ ബ്രദറെ ഒരു സെക്കൻഡ്. ഇസ്മായിലെ പറഞ്ഞ് എനിക്ക് അറിവില്ലെന്ന്, ഗബേറിന്റെ അത്ര അറിവില്ലെന്ന്, പിന്നെ പേടിയാണെന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ? ജിബോർ സംസാരിക്കുന്നില്ലല്ലോ. ജിബോർ ഓരോ സംസാരം തടയാണ് ചെയ്യുന്നത്. എന്ത് അച്ചകുഞ്ഞ് തന്നെ പറഞ്ഞില്ല സംസാരിക്കില്ലേ, പറയാനുള്ള കാര്യം പറയട്ടെ, അതുപോലെ അനുവദിക്കുന്നില്ല. ഞാനിപ്പോ ചോദ്യം ചോദിച്ചല്ലേ ഉള്ള ബാച്ചമറവർ കേട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർട്ടിക്കിൾ 25ഉം 26ഉം ഇവിടെ എല്ലാവർക്കും മതം പ്രചരിപ്പിക്കാനുള്ള ഫ്രീഡം കൊടുക്കുന്നു. അതിന് തത്തുല്യമായ ഒരു ശരിയല്ലോ പറയാന്ന് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഞങ്ങൾ ശരീരത്തിന് പ്രകാരം ഞങ്ങളുടെ രാജ്യത്തിൽ ആർക്കും മതം പ്രചരിപ്പിക്കാൻ അനുവാദം നൽകില്ല, മതവിശ്വാസം സ്വീകരിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ദൈവം സത്യദൈവമാണ്. ചാണ്ടാട്ടൊന്നുമില്ല. എന്താ കുഴപ്പം? ഞങ്ങളുടെ ദൈവം സത്യദൈവമാണ്, ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. ഒരു വ്യാജ ദൈവത്തെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യില്ല. ദൈവത്തിനെ പേടിയാ. പിന്നെന്താണ്? മറുപടി പറഞ്ഞില്ല. താങ്കൾക്ക് മറുപടി പറഞ്ഞില്ല. അവിടെ പ്രചരിപ്പിക്കും. അതാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഫ്ഗാനിസ്ഥാനില് കഴിഞ്ഞ വർഷം ഒരു മിനിറ്റ് അവിടെ മിണ്ടാതിരി. അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ വർഷം അവിടെ ഈ തീവ്രവാദി സർക്കാർ അവിടെ പാസ്സാക്കിയ എന്തെന്നറിയോ? ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന വിശ്വാസികളും അവർ യാതൊരു വിധമായ മറ്റുള്ള മ്ലേച്ഛതയിൽ ഏർപ്പെടാതിരിക്കുന്നവരെയും അവരെ എന്തുമായിട്ട് കൺസിഡർ ചെയ്യണമെന്നറിയാം? അവരെ ക്രിസ്ത്യാനിയായിട്ട് കൺസിഡർ ചെയ്ത് അവരെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാ പറഞ്ഞത്. ഈ ഭയം ഉണ്ടായിരിക്കണം. ആ ഭീതി നിങ്ങളുടെ അള്ളാഹുവിന്റെ അല്ല, നിങ്ങളുടെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ ഭയം നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നും പുറത്തൊന്നും വെച്ചുകൊണ്ട് നടക്കുന്ന അത് പൊളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആർട്ടിക്കിൾ 25, 26 എടുത്ത് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കണ്ടില്ലേ? ഇവിടെ ശരിയാലോ വന്നു കഴിഞ്ഞാൽ നീ ഒന്നും ഇവിടെ താമസിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഇവൻ യൂറോപ്പിന്റെ അവിടുന്ന് പൃഷ്ഠഭാഗത്തു നിന്ന് വീഴുന്ന സാധനം നക്കിയടിക്കാനായിട്ട് ഇവൻ അവിടെ ചെല്ലും. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഇവിടെ ശരിയാലോ ആണെന്ന് പറയാം. ഇതാണ് ഇവന്റെയൊക്കെ മുഖം. ഇത് കാണിക്കാനാണ് ഞാൻ ആർട്ടിക്കിൾ 25ഉം 26ഉം പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇതാണ് ഇസ്മായിൽ പൊളിച്ചെടുക്കൽ എന്ന് പറയുന്നത്. ഞാൻ മറുപടി തന്നില്ലേ, പിന്നെന്താ കുഴപ്പം? ഞാൻ മറുപടി തന്നില്ല, മറുപടി പറയാണ്ടിരുന്നാ. മറുപടി പറയാതിരുന്നല്ല, പറഞ്ഞത് നന്നായി. ആൾക്കാർക്ക് മനസ്സിലായി. പിന്നെ താങ്കൾ എന്താ വിചാരിച്ചു എന്നെ കുറിച്ച് ഞാൻ മറുപടി പറയും പേടിച്ചിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു? ഇതാണ് ഈ ഈ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ തീവ്രവാദം ഉണ്ടല്ലോ, അതാണ് തുറന്നു കാണിക്കുന്നത്. ഞാൻ പക്ക ജിഹാദിയാണല്ലേ, ഞാൻ പക്ക ജിഹാദി. താങ്കളുടെ മുമ്പിലും ഞാൻ ഒട്ടും പറഞ്ഞില്ല. ഒരു കുന്തവുമില്ല. നീ തീവ്രവാദി അങ്ങനെ അല്ലെങ്കിൽ ഒരു സിംഹത്തിന്റെ വായ പോയിട്ട് മൈൻഡ് ചെയ്യണേ. അപ്പൊ നമുക്ക് ജിഹാദി, അപ്പൊ ഗബേർ ബ്രദറെ ജിഹാദിയെ നമുക്ക് താഴെ ഇറക്കാം. പേടിയാണ് ഞങ്ങളെ പേഴ്സിയാലെ കഴിവ് നിങ്ങൾക്കില്ല. എന്തേ മറുപടി പറയാ? ഉമ്മിയായ സിഗർ ബാധിച്ചവനെ ഭയക്കണം. മറുപടി ചോദിച്ചോ, മറുപടി പറഞ്ഞു. ഇപ്പൊ എന്താ വിടാന്നായി? ഒരു സെക്കൻഡ്. ഇസ്മായിലെ താൻ എന്തെങ്കിലും ഇവിടെ തെളിവ് വെച്ച് സംസാരിക്കുന്ന ഒന്ന് കണ്ടാ കൊള്ളാന്ന് വലിയ ആഗ്രഹമുണ്ട് എനിക്ക്. ചുമ്മാ ഈ വിടുവായത്തരം പറയാതെ, ചുമ്മാ വളവള ഡയലോഗ് അടിക്കാതെ ഒരു തെളിവ് വെച്ച് സംസാരിക്കാൻ പഠിക്കണം. ആദ്യം പോയിട്ട് താൻ ആദ്യം പോയിട്ടും പഠിക്ക് പോയിട്ടല്ലോ കേട്ടോ. തന്റെ കിതാബുകൾ പോയി പഠിക്ക്. താൻ മുർദ്ദത്താ, മനസ്സിലായോ? താൻ ആദ്യം പോലെ ഒരു തെളിവെങ്കിലും, ഒരു ഒറ്റ തെളിവ്, ഒരു മരുന്നിനെങ്കിലും ഒരു തെളിവ് വെച്ച് സംസാരിക്കാൻ നോക്കുക. ചുമ്മാ വന്ന് ഡയലോഗ് അടിക്കാൻ മതി.
താൻ എന്ത് കാണിക്കുന്ന? അല്ല, അല്ല, ഞാൻ ഏറ്റവും പറഞ്ഞ വലിയ രസം തെറ്റാണെന്ന് എന്തോന്നറിയോ, ജിബോട് ഇവിടെ പറയട്ടെ, ഒരു ഞാൻ പറഞ്ഞ ഉസ്താദായിട്ട് തെറ്റാണെന്ന് അന്ന് ജിബോട് ഒരു പറയട്ടെ. ക്ലബ് ഹൗസിനെ സംസാരിപ്പിച്ചില്ലേ, അദ്ദേഹം അടുത്ത ദിവസം വരുവാ പറഞ്ഞു. അവൻ എന്തി, ആ ഉസ്താദ് എന്തി, അവന്റെ കയ്യിൽ കിതാബുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്തിയാ വന്ന അവൻ തിരിച്ച് കൊണ്ടുവന്നോ? ഭീതി. അവൻ പറഞ്ഞാണ് ഈമാരുമായിട്ട് ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആകെ ഇസ്ലാമിന്റെ ഉള്ള ആഫീസിലൂടെ കൂട്ടുമെന്ന് പറഞ്ഞാണ്. എന്റെ കയ്യിൽ കിതാബ് അങ്ങ് ഇരിക്കുവെന്നാ പറഞ്ഞത്. എന്താ കിതാബാ? 3-4 ദിവസമായി ഇതേവരെ ആ ഉസ്താദ് എത്തിയിട്ടില്ല. ഇനി എന്നാ പൂട്ടാണ് ക്ലബ് ഹൗസിലെ എല്ലാ ഉസ്താദന്മാരും ഇറങ്ങി ഇറങ്ങി ഓടി. ഒറ്റ ഉസ്താദ് ക്ലബ് ഹൗസില്ല. ആരിസ് മദനിയൊക്കെ കണ്ടം വഴി ഓടി. എന്ത് ചെയ്യും? എം എം അക്ബറൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. കുറെ റൂമുണ്ട്, ബനിയനോ അണ്ടർവെയറോ കുറെ റൂമൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റ ഒന്നിനും കാണുന്നുമില്ല, അതിന്റെ അഡ്മിൻസും ഇല്ല, ഒരു ദാവാക്കാരനും ക്ലബ് ഹൗസും ഇല്ല. മുഹമ്മദ് ഈസ പോലും, സ്പൂണീസ, മറ്റേ ആയിഷയ്ക്ക് സ്പൂൺ ഉണ്ടാക്കി കൊടുത്ത മുഹമ്മദ് ഈസ പോലും ക്ലബ് ഹൗസിലില്ല. ഒറ്റ ഉസ്താദില്ല. ഇനി എന്നാ ഇനി ഈ ഇസ്മായിലിനെ പോലെ ഏക്ക് മൂക്കും അറിയാത്തമാരൊക്കെ വന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത്? തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. എന്റെ തെളിവില്ല, ഞാൻ തെളിവില്ലാതെ സംസാരിക്കുന്നുള്ളൂ, വേണേ കേട്ടാ മതി. ഈ ഡയലോഗ് കൊണ്ട് വന്നിട്ട് ഇസ്മായിലിനെ ഞങ്ങൾക്ക് ആരെ പേടി? ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾ തെളിവ് സംസാരിക്കുന്ന. നിങ്ങൾക്കാണ് പേടി. ആ പേടിയായതാണ് ഉസ്താദുമാരൊക്കെ കണ്ടം വഴി ഓടിയത് ക്ലബ് ഹൗസിൽ നിന്ന്. മനസ്സിലായോ? ക്ലബ് ഹൗസിലോട്ട് പോവല്ലേ, അത് ജൂതന്റെ ആണ്, ഇബ്ലീസിന്റെ ആണ് ക്ലബ് ഹൗസ്. ഇപ്പൊ അതൊക്കെ പറഞ്ഞാ മുങ്ങുന്നത് ഉസ്താദന്മാര്. ഹാരിസ് മദനിയെ ലൈവ് വിളിച്ച പറഞ്ഞു, ഞാൻ തിരക്കാന്ന് പറഞ്ഞേക്ക് കേട്ടോ. ആരാ? അജീഷ് ബ്രദറും അവരൊക്കെ ഉണ്ട് ഓണോ, എന്നാ ഞാൻ തിരക്കാന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഉസ്താദന്മാരുടെ അവസ്ഥ. പിന്നെ ഈ ചാവേറായിട്ടുള്ള ഇസ്മായിലിനെയും വടയും ഏത്തക്കാപ്പും ഒക്കെയാണ് വന്ന് ഇവിടെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നത് ഇസ്ലാമിനെ. തെളിവ് വല്ലതും ഉണ്ടോ? തെളിവൊന്നുമില്ല. തെളിവ് വിളിക്കും, ഭീഷണി, നാവരിയല് ഭീഷണി, ഇതൊക്കെ ഉള്ളല്ലോ. താഴെ പറഞ്ഞ ഓക്കെ ഞങ്ങൾക്ക് ഓക്കെ പേടിയാണല്ലേ? ബോണ്ട് ബ്രദറെ, ഒരു മിനിറ്റ് ബോണ്ട് ബ്രദറെ, ഞാൻ ഇന്ന് വരെ ഏകദേശം 2 വർഷമായി ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അത് ഖുർആാനിയമായിട്ടോ ബൈബിൾ കൊണ്ടോ തെറ്റായിരുന്നെന്ന് നിങ്ങൾ എന്റെ ഒരു വോയിസ് വെച്ച് കേൾപ്പിച്ചാൽ ഞാൻ അതിന് തെളിവ് കൊണ്ടുവരും. ഏത് വിഷയത്തിന്റെ ഞാൻ ചലഞ്ച് ചെയ്ത് താനിവിടെ പറയാം. പറഞ്ഞ 99.9% കാര്യങ്ങൾ ഒരു തെളിവില്ലാതെ വെളിവില്ലാതെ സംസാരിച്ച കാര്യങ്ങളാണ്. ഒരു അതിപ്പോ ഒരു വീണ്ടും വിഷയം പറയാം. കൊണ്ടുപോവാ, ഒരു വിഷയം ഞാൻ ചലഞ്ച് ചെയ്യാം, ഒരു വിഷയം കൊണ്ടുപോവാ. നമ്മുടെ വാര്യർ ബ്രദർ ഉണ്ടായിരുന്ന ഇപ്പൊ വിഷയം അനവധി കൊണ്ടുവന്നേനെ. അല്ല, വാര്യർ ഞാൻ പറയാം, അച്ഛകുഞ്ഞെ ഞാൻ പറയാം, അച്ഛകുഞ്ഞെ ഞാൻ പറയാം, അച്ഛകുഞ്ഞെ, അതായത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വെളുപ്പിന് ഒരു 5 മണിക്ക് ഒരു ഓസ്ട്രേലിയൻ ടീം ഉള്ള ഒരു വായുകുതിർ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പറയട്ടെ, ഞാൻ പറയട്ടെ പറയട്ടെ. സ്പോട്ടിലൊരു കാര്യം പറയാം. മുഹമ്മദ് എന്ന നിങ്ങളുടെ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് ഇസ്മായിൽ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വസിക്കുന്നുണ്ട്. ഇത് കള്ളമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. ഒരു തെളിവില്ല, ഒരു ഹിസ്റ്റോറിസിറ്റി ഇല്ല പുള്ളിക്ക്. ഇത് പോരെ ഏറ്റവും വലിയ ഉദാഹരണം പോരെ? ഇനി ഉദാഹരണം വേണോ? സ്പോട്ടിൽ തന്നെ പറയാന്നേ. തന്നെ കൊണ്ട് സ്പോട്ടിൽ തന്നെ താൻ പറഞ്ഞ വിഡ്ഢിത്തരങ്ങൾ പറയിപ്പിക്കാം. ഓ, എന്റെ ബോണ്ട് ഈ കുതിരെ താങ്കൾക്ക് ഇത്ര നിലവാരം ഉള്ളൂ. എനിക്ക് നിലവാരം കുറച്ച് കുറവാണ്. എന്തായാലും മുഹമ്മദിനെക്കാളും നിലവാരമുണ്ട് എനിക്ക്. നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദിനെക്കാളും നിലവാരം എനിക്കുണ്ട്. അതെനിക്ക് മതി, അത്രയും മതി എനിക്ക്, വേറെ ഒന്നും വേണ്ട. ബോണ്ട് കുതിരെ ആരുമാവട്ടെ, ഇപ്പൊ മറ്റേ മുഹമ്മദ് നബിയിലാവട്ടെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലാവട്ടെ, അബ്രഹാമിലാവട്ടെ, നോഹിലാവട്ടെ, നമ്മൾ അവരുടെയൊക്കെ വിശ്വാസം നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ തെളിവ് ചോദിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ലംഘിക്കാത്ത എന്റെ സെയിം വിധി താങ്കൾക്ക് പറയത്തില്ലേ? ഇസ്മായിലെ, യേശു ക്രിസ്തുവിന് ഹിസ്റ്റോറിക്കൽ തെളിവുകൾ ഉണ്ടെന്നേ. ചലഞ്ച് ബൈബിള് മാത്രമല്ല, മൊത്തം തെളിവുകളുണ്ട്. ചെയ്യണു, സാധിക്കില്ല. ചലഞ്ച് ചെയ്യണു. അത് താൻ പറഞ്ഞാ പോരല്ലോ, ഇല്ലില്ല, തെളിവുകൾ കാണിച്ചാലോ? ചലഞ്ച് ചെയ്യണു, സാധിക്കില്ല, അസാധ്യമാണ്. ചലഞ്ച് ചെയ്യണു. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ അല്ല, താങ്കൾ അല്ല, 2 എക്സാമ്പിൾ പറയാണ്. ഒറ്റ മിനിറ്റ് 2 എക്സാമ്പിൾ പറയാണ്. പ്ലൈനി ദ യങ്ങറിന്റെ ഇത് വായിക്കുക. അത് കഴിഞ്ഞ് ആ, ആ, ജോസിഫസിന്റെ അത് വായിച്ചിട്ട് വാ. ഞാൻ അത്രയും നേരം വായിക്കാൻ വേണ്ടി താഴോട്ട് വിടുവാണ്. അത് പോയി ഒരു ഇച്ചിരി ബിരിയാണിയൊക്കെ അടിച്ചിട്ട് അത് പഠിച്ചിട്ട് വാ. പോ. അത് രണ്ടിന്റെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് വാ. ഇതിനകത്ത് ഇരട്ടത്താപ്പേ. ഉം. ഈ പുള്ളി പറഞ്ഞ് മുഹമ്മദ് ജീവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ഇവരുടെ ക്ലെയിം ആയിട്ട് പറയുന്നതാണ് ഈസാ നബി യേശു ആണ് ഇവരുടെ ക്ലെയിം ആണ്. സംഭവം ഉള്ള കാര്യമല്ല, തെറ്റാണ്, അത് വേറെ കാര്യം. അങ്ങനെയാണ് ഈസാ നബിയും ജീവിച്ചിരിപ്പില്ലെന്ന് ഇയാൾ സമ്മതിക്കേണ്ടി വരുമല്ലോ. ഇയാൾ മൊത്തം ഈ ഇവരുടെ പരിപാടി എന്ന് വെച്ചാല് ഒരു സൈഡിൽ നിന്ന് പെയിന്റ് അടിച്ച് തുടങ്ങും, അപ്പുറത്ത് കറുത്ത് വരും, പിന്നെയും പെയിന്റ് അടിക്കും. എന്ത് പറഞ്ഞാലും അതിന് കോൺട്രഡിക്ഷൻ ഉള്ള കാര്യം അവരുടെ വായിൽ തന്നെ വരികയും ചെയ്യും. ഒരു
ചുമ്മാ ഈ സന്ദർഭം അനുസരിച്ച് ഇങ്ങനെ രക്ഷപ്പെടാവുന്നതല്ലാതെ ഇവരുടെ വായിൽ നിന്ന് നല്ലതായിട്ട് ഒരു കാര്യം ഇവര് ഹോണസ്റ്റ് ആയിട്ട് ഒരു കാര്യവും പറയുന്നില്ല. ഇസ്മായിൽ എന്താ തെളിവുണ്ടോ? തെളിവില്ല. മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ? അതും ജീവിച്ചിരിപ്പുണ്ട്. യേശു ഉണ്ടോ? യേശു ജീവിച്ചിരിപ്പില്ല. അപ്പം ഈ നിങ്ങളല്ലേ പറഞ്ഞ ഈസ നബി യേശു ക്രിസ്തു, അത് ശരിയായിരിക്കും. പക്ഷെ എന്ത് പറയാനാ, ഇവർക്ക് ഒരു സ്റ്റാൻഡ് ഇല്ല. മുഹമ്മദ് നിങ്ങളുടെ സമീപനം എന്താ ബൈബിളോട്? ബൈബിൾ ദൈവവചനമൊന്നുമല്ല, ബൈബിൾ തിരുത്തപ്പെട്ടാണ്, അതാണ് ഇതാണ്. പക്ഷെ ഞങ്ങളുടെ മമ്മൂഞ്ഞ അതിനകത്തുണ്ട്, അത് മാത്രം ശരിയാണ്, ബാക്കി എല്ലാം തെറ്റാണ് ഇത് പറയുന്നത്. ഇതാണ് ഇവിടെ നിലപാടൊക്കെ. എന്നാ പറയാൻ ഇവരോട്? അല്ല, ഈ ഇസ്മായിൽ ഭായി പറഞ്ഞത് ശരിയാലോ നല്ലതാണെന്നല്ലേ പറഞ്ഞത് പുള്ളി? ഈ അതാ പറഞ്ഞത്. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ ഇച്ചിരി മറ്റേ നേരം പില്ലാരും ക്രൈസ്തവരും ബഹുദൈവ വിശ്വാസികളുടെയും സ്ത്രീകൾ അവര് എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. അതായത് എതിർക്കുന്നവർ, അതായത് അത് ഞങ്ങൾ സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ കൊന്നിട്ട്, പിന്നെ ഈ സ്ത്രീകളെല്ലാം അവിടെ സ്വത്താണ്, എന്തോ കൊള്ളയിൽ കിട്ടുന്ന സമ്പത്തല്ലയോ, കൊള്ള മുതല്. അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കൊള്ള മുതല്, സ്ത്രീകളും കുട്ടികളെല്ലാം കൊള്ള മുതല്. അല്ല, അപ്പൊ അതാണ് ഈ നമ്മുടെ ഇസ്മായിൽ ഭായി അപ്പൊ ഈ പലതരം അഫ്ഗാനിസ്ഥാനിലെ ശരിയാ നിയമം അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇതൊക്കെ അദ്ദേഹം അംഗീകരിക്കുന്നുള്ളു. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് ഇസ്മായിൽ ഭായി അല്ലെങ്കിലും കുറച്ചുകൂടെ ഒക്കെ ഒരു മോഡേൺ മുസ്ലിം ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇപ്പൊ അല്ല ഇത്രയും മോഡേൺ മോഹൻ ആയിട്ട് ബ്രദറെ, തോന്നുന്ന മോഹൻ ഇസ്മായിൽ ബ്രദറെ, ഭായി പോലും ഇസ്മായിൽ പറയുന്നത് കേട്ടില്ല. ഞാൻ പറഞ്ഞ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർട്ടിക്കിൾ 25ഉം 26ഉം അനുസരിച്ച് ഏവർക്കും ഇവിടെ മതം പ്രചരിപ്പിക്കാനും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്റെ ഇസ്ലാമിക ശരിയ ലോ അനുസരിച്ച് എന്തുവാ? അത് പറ്റത്തില്ല. അവൻ കൃത്യമായിട്ട് പറഞ്ഞ് അത് പറ്റത്തില്ല, ഞങ്ങളുടെ ശരിയ ലോ. പിന്നെ ഇതെന്തുകൊണ്ട് നല്ലത്? എടാ, നിനക്കാ നല്ലത്, നിനക്കാണ് ആ ചാണകം നല്ലത്, അല്ലെങ്കിൽ നിനക്ക് ആ തീട്ടക്കുഴി നിനക്കാണ് നല്ലത്, ഞങ്ങൾക്കല്ല. അപ്പൊ അതേപോലെ ഞാൻ ഒരെണ്ണം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവന്റെ യഥാർത്ഥമായ മോഹം കണ്ട്. അതാണ് കാണിക്കേണ്ടത്. അവൻ കറക്റ്റായിട്ട് പറഞ്ഞ് ആ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ഇസ്ലാമിക രാജ്യത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യും. ഇറാനിലെ അവരുടെ ഇതില്ലേ, അവിടെ ക്രിസ്ത്യ വിശ്വാസം ഇത് ചെയ്യുന്നില്ലേ?